ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഈവനിങ് ടൈമിലുള്ള ഒരു വീഡിയോ ആണേ. നമ്മളെ ടീ ടൈം, പക്ഷേ ടീ അല്ലാന്ന് മാത്രം, ജ്യൂസാണ്. പിന്നെ ചായ വെക്കാൻ തന്നെയാണ് പോയത്. പക്ഷേ നോക്കുമ്പോൾ ഫ്രിഡ്ജിലൊരു ഉണങ്ങിയൊരു അവകാഡോ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം നല്ലോണം ഒരു ഉണങ്ങിയ പോലെ ഉണ്ട്. പക്ഷെ ഉള്ളൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ തൊലി മാത്രം അങ്ങനെ ആയിട്ടുള്ളൂ. ഇനി അത് വെച്ചാൽ നാശമായിപ്പോവും. അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ ഇന്ന് ചായ വേണ്ട, ഇതും കൊണ്ട് അങ്ങ് ഒരു ജ്യൂസ് അടിക്കാം. അല്ലെങ്കിലും ചായനെക്കാട്ടും നല്ലതാണ് ഇങ്ങനത്തെ ഓരോ ജ്യൂസ് കുടിക്കൽ. അത് ശരീരത്തിന് നല്ലതാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒന്നും താല്പര്യം ഇല്ലല്ലോ അധികം. ചായ കുടിക്കേണ്ട നേരത്തെ നമ്മൾ ചായ തന്നെയല്ലേ കുടിക്കുള്ളൂ. ഇങ്ങനത്തെ എല്ലാം അങ്ങനെ കുടിക്കൽ കുറവല്ലേ. പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥക്ക് ഇങ്ങനത്തെ തണുത്ത എന്തെങ്കിലും കഴിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്കും ചൂടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കുരു വേണ്ട. ഇനി നല്ലൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല വലിപ്പമുണ്ടല്ലോ. അപ്പോൾ എനിക്കിത് എപ്പോഴും ഇതിൻ്റെ അടുത്ത് റിമൂവ് ചെയ്യുമ്പോൾ ഓർമ്മയാവില്ല. മോഹൻലാലിൻ്റെ ഗുരു എന്ന് പറയുന്ന സിനിമയില്ലേ, അതിലോന് ഹിലാമാപ്പഴം തന്നെയാണ് തോന്നുന്നത്. ആ പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത് നല്ല വെയിറ്റോടുകൂടി എടുത്തിട്ട് കളയുന്നില്ലേ. അപ്പോൾ എനിക്ക് ആ ഒരു സീൻ ഇതെപ്പോൾ എടുത്ത് റിമൂവ് ആക്കുമ്പോൾ ഓർമ്മ വരും കേട്ടോ. പിന്നെ ഇനി നമുക്ക് ജ്യൂസിലേക്ക് കടക്കാം. ജ്യൂസിലേക്ക് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഏകദേശം എല്ലാവർക്കും അടിക്കാൻ അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതിൻ്റെ പൾപ്പെടുത്തിട്ട് അതിലേക്ക് തണുത്ത പാല്, കട്ടപ്പാലാക്കി ഷേക്കാവും. ഇത് ഞാൻ ലൂസ് പാലൊഴിച്ചു. അപ്പോൾ ഇതാ പാലെല്ലാം ഒഴിച്ച് സെറ്റാക്കി അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന്, നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചോളൂ. കഴിഞ്ഞിട്ടാ ഇത്രയേ ഉള്ളൂ. അത് നല്ലോണം ഒന്ന് അടിഞ്ഞ് വന്നാൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഡയറക്റ്റ് അങ്ങ് കുടിക്കാം. വേറെയുള്ള ഇതുപോലെ അങ്ങനെ വേറെ എന്താ പറയുക എക്സ്ട്രാ അതിൻ്റെ ചണ്ടിയൊന്നും വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ കുടിക്കാം. അപ്പോൾ ജ്യൂസ് റെഡിയായി. ഇനി ഞാൻ എന്താക്കും, ഇത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് കേട്ടോ. അധികം ഓവർ ലൂസല്ലെന്ന് വെച്ചാൽ വലിച്ചു കുടിക്കാൻ പാകത്തിനുള്ള ആ ഒരു ടെക്സ്ചറിലാട്ടോ അടിച്ച. ഈ ഓവർ ടൈറ്റ് ആയാലും എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല, കുടിക്കാനും ഇടങ്ങാറ് തന്നെ. അപ്പം ഞാനിങ്ങനെ അടിക്കൽ. ഇനി അടുത്ത് നമുക്ക് എന്തെങ്കിലും അതിൻ്റെ കൂടെ ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ബ്രെഡ് പൊരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അപ്പുറം എളുപ്പമുള്ളൊരു കടി ലോകത്തില്ല. പിന്നെ മടിച്ചിരിക്കുന്ന സമയത്തും പെട്ടെന്ന് ആരെങ്കിലും വന്നാലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കടിയും കൂടിയാണ്. അന്നേരം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് പറഞ്ഞുതരാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്തിന്, ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. പശുവും പാലില്ലേ, ആ മിൽക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക സ്പൂൺ വെച്ചിട്ട്. ഈ മിൽക്ക് ഒഴിച്ച് കൊടുക്കുമ്പോഴുള്ള ഉപകാരം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ ബ്രെഡ്. എന്നിട്ട് നമ്മൾ ഒരു പാന് വെക്കുക, നമുക്കത് ചുട്ടെടുക്കാനുള്ള ഒരു പാന് വെക്കുക. പിന്നെ എന്താക്കുക, വെളിച്ചെണ്ണയില്ലേ, കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബ്രെഡ് മുക്കിയിട്ട് അതിൽ ഇട്ടിട്ടൊന്ന് ഒരു മുരിഞ്ഞ പോലെ എടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഓരോന്നും ആ മുട്ടൻ്റെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. മുരിച്ചെടുക്കാം. ഞാനിപ്പോൾ 3 വെച്ച് കൊടുക്കുന്നത്. ബ്രെഡ് കുറച്ച് ഓവർ വലിപ്പാട്ടോ. സാധാരണ നോർമൽ ബ്രെഡിനെക്കാട്ടും കുറച്ചുകൂടി നല്ല വലിപ്പമുണ്ട്. അപ്പം ഞാൻ 3 വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അപ്പുറം ഇപ്പുറമെല്ലാം തിരിച്ചിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കുക.
അപ്പോൾ ഇതാ ബാക്കിയുള്ള ബ്രെഡും കൂടി ഞാൻ അങ്ങനെ ചുട്ടെടുത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.